നമസ്കാരം. PSC ബുള്ളറ്റിലേക്ക് സ്വാഗതം. 2019-20 കാലഘട്ടത്തിലെ PSC ബുള്ളറ്റിനുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട 3000 ചോദ്യങ്ങൾ 30 ദിവസം കൊണ്ട് എന്ന കോഴ്സാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഈ കോഴ്സിൻ്റെ 11ാം ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. PSC ബുള്ളറ്റിൻ്റെ കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോക്സഭ രൂപവൽക്കരിച്ച തീയതി 1952 ഏപ്രിൽ 17. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ് KR നാരായൺ 1998. ലോക്സഭ പ്രതിപക്ഷ നേതാവായ ആദ്യ വനിത സോണിയാഗാന്ധി. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി ജോൺ മത്തായി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി 1948 നിയമിച്ച ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് SK ധർ. ദേശീയ പതാകയുടെ വീതിയുടെ എത്ര ഇരട്ടിയാണ് നീളം? 1.5 ഇരട്ടി. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ശാരദാ മുഖർജി 1977-78. ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി എന്നീ ഗവേഷണ കേന്ദ്രങ്ങൾ ഇന്ത്യ എവിടെയാണ് സ്ഥാപിച്ചത്? അന്റാർട്ടിക്ക. ദളിത് വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി KR നാരായൺ. ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷണം നടത്തിയ തീയതി 1974 മെയ് 18. ഇന്ത്യൻ ബഹിരാകാശ യുഗത്തിന് തുടക്കം കുറിച്ച തീയതി 1963 നവംബർ 21. ഇന്ത്യയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ MA അയ്യങ്കാർ. ഇന്ത്യൻ ടീമിൻ്റെ ആദ്യ അന്റാർട്ടിക്ക പര്യടനം നടത്തിയ വർഷം 1982. ഇന്ത്യൻ പ്രസിഡൻ്റായ ഏക ശാസ്ത്രജ്ഞൻ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ താരാപൂർ. ഇന്ത്യയുടെ ആദ്യത്തെ വിവിധോദ്ദേശ ഉപഗ്രഹം ഇൻസാറ്റ് 1A. കിങ് മേക്കർ എന്നറിയപ്പെടുന്ന തമിഴ് നേതാവ് K കാമരാജ്. ഇന്ത്യയുടെ ചന്ദ്രനിലേക്കുള്ള യാത്രാ പദ്ധതി ചാന്ദ്രയാൻ 1. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ വർഷം 1984. സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ എവിടെയാണ്? ശ്രീഹരിക്കോട്ട. ഏറ്റവും കൂടുതൽ ഓണററി ഡോക്ടറേറ്റുകൾ ലഭിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം 2008 ഒക്ടോബർ 22. സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? മൈസൂർ. ലോകത്തെ ആദ്യത്തെ വിദ്യാഭ്യാസ ഉപഗ്രഹം എഡ്യൂസാറ്റ്. ലോകം ചുറ്റി യാത്ര ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ കപ്പൽ INS തരങ്കിണി. കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ഏക മലയാളി ജോൺ മത്തായി. കോടതിയിൽ ഹാജരായ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് VV ഗിരി. ഗോവ ഉൾപ്പെടെയുള്ള പോർച്ചുഗീസ് അധീന പ്രദേശങ്ങൾ സ്വാതന്ത്ര്യമായ വർഷം 1961. ഹോപ്കിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? മുംബൈ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റായ നീക് അപ്പാച്ചെ നിർമ്മിച്ചത് ഏത് രാജ്യമാണ്? USA. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ എവിടെയാണ്?
ചെന്നൈ. ഇന്ത്യയിൽ ആദ്യമായി അണുവിസ്ഫോടനം നടത്തിയ സ്ഥലം പൊക്രൈൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ. APJ അബ്ദുൽ കലാം ഏത് സംസ്ഥാനക്കാരനാണ്? തമിഴ്നാട്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബചേന്ദ്രി പാൽ. ചന്ദ്ര എന്ന ഉപഗ്രഹം ആരുടെ സ്മരണ നിലനിർത്തുന്നതിനാണ് അമേരിക്ക വിക്ഷേപിച്ചത്? ഡോക്ടർ S ചന്ദ്രശേഖർ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ PN ഗണേഷ്. ന്യൂയോർക്ക് ഏത് സമുദ്രത്തിൻ്റെ തീരത്താണ്? അറ്റ്ലാന്റിക് സമുദ്രം. പനാമ കനാൽ പസഫിക് സമുദ്രത്തെ ഏത് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നു? അറ്റ്ലാന്റിക് സമുദ്രം. പച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ്. പട്ട്, കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈന. പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്ക. പഞ്ഞിക്കെട്ടുകൾ പോലെ ആകാശത്ത് വ്യാപിച്ചു കിടക്കുന്ന മേഘങ്ങൾ ക്യുമുലക്സ്. പഷ്തൂണുകൾ ഏത് രാജ്യത്തെ ജനവിഭാഗമാണ്? അഫ്ഗാനിസ്ഥാൻ. പസഫിക് സമുദ്രത്തിലുള്ള അമേരിക്കയുടെ ആണവ പരീക്ഷണ കേന്ദ്രം ബിക്കിനി അറ്റോൾ. പസഫിക് സമുദ്രമായും അറ്റ്ലാന്റിക് സമുദ്രവുമായും അതിർത്തി പങ്കിടുന്ന ഒരേയൊരു തെക്കേ അമേരിക്കൻ രാജ്യം കൊളംബിയ. പാന്റനൽ ചതുപ്പുനിലം ഏത് രാജ്യത്താണ്? ബ്രസീൽ. ഏത് രേഖയ്ക്കപ്പുറമാണ് മഞ്ഞുരുകുന്നത്? സ്നോ ലൈൻ. നബീമിയ ഏത് രാജ്യത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? ദക്ഷിണാഫ്രിക്ക. നാശകാരിയായ നദി എന്നറിയപ്പെടുന്നത് കോസി. നാഷണൽ അസംബ്ലി ഓഫ് പീപ്പിൾസ് പവർ എവിടുത്തെ നിയമനിർമ്മാണ സഭയാണ്? ക്യൂബ. നാണയത്തുട്ടുകളില്ലാത്ത തെക്കേ അമേരിക്കൻ രാജ്യം പരാഗ്വേ. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി. ന്യൂഗിനിയ ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രം. ന്യൂയോർക്ക് നഗരം ഏത് നദിയുടെ തീരത്താണ്? ഹഡ്സൺ. പാണ്ഡെയുടെ ജന്മദേശം ചൈന. പാലസ് ഓഫ് നേഷൻസ് ഏത് രാജ്യത്താണ്? ജനീവ. പാകിസ്ഥാനിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ തുറമുഖം കറാച്ചി. ബർമയിലെ നാണയം ക്യാറ്റ്. പാക് കടലിടുക്ക് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ്? ഇന്ത്യ, ശ്രീലങ്ക. പാക് കടലിടുക്ക് ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രം. പിരമിഡുകൾ ഏത് നദിയുടെ തീരത്താണ്? നൈൽ. പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്ത്. പീരങ്കി ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈന. പുഞ്ചിരിയുടെ നാട് എന്നറിയപ്പെടുന്നത് തായ്ലാൻഡ്. പുൽമേടുകൾ കാണാത്ത ഏക ഭൂഖണ്ഡം അന്റാർട്ടിക്ക. പുരാതന നഗരമായ ട്രോയുടെ അവശിഷ്ടങ്ങൾ ഏത് രാജ്യത്താണ്? തുർക്കി. പൂർവാർദ്ധഗോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം റഷ്യ. പൂർണ്ണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ നീളത്തിൽ 1-ാം സ്ഥാനത്തുള്ള നദി ഗോദാവരി. പൂർണ്ണമായും സമുദ്രനിരപ്പിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന വൻകര അന്റാർട്ടിക്ക. ബഹിരാകാശ വാഹനം വിക്ഷേപിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം ചൈന. ബാൾക്കൻ രാജ്യങ്ങൾ ഏത് വൻകരയിലാണ്? യൂറോപ്പ്. ബാറ്റ്മാൻ പട്ടണം ഏത് രാജ്യത്താണ്? തുർക്കി. ബാഷ്പകടൽ എവിടെയാണ്? ചന്ദ്രൻ. ബാഗ്ദാദ് ഏത് നദിയുടെ തീരത്താണ്? ടൈഗ്രീസ്.
ബാണ്ടു ജനവിഭാഗം ഏത് ഭൂഖണ്ഡത്തിലാണ്? ആഫ്രിക്ക. ബാഡ്മിൻ്റൺ എന്നു പേരുള്ള 2 ഗ്രാമങ്ങളുള്ള രാജ്യം? ഇംഗ്ലണ്ട്. ബുധൻ എത്ര ദിവസം കൊണ്ടാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത്? 88 ദിവസം. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല രചിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ. ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ്? പ്രകാശവർഷം. ഭൂമിയിൽ നിന്ന് ഏറ്റവും വലുപ്പത്തിൽ കാണാവുന്ന നക്ഷത്രം? സൂര്യൻ. ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം? മറിയാന ഗർത്തം. ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം? മോണോലോവേ. ഭൂമിയിലെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹം? ഇന്തോനേഷ്യ. ബംഗ്ലാദേശിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതി? ബീർ ശ്രേഷ്ഠദോ. ബംഗാൾ ഉൾക്കടലിൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രം.